തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ KPCC നടത്തിയ മുന്നൊരുക്കങ്ങൾ അതിൻ്റെ പുരോഗതി ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ വിലയിരുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിലും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെ KPCCയുടെ ഭാരവാഹികൾക്ക് ചുമതല നൽകാൻ ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. സീനിയർ നേതാക്കന്മാർ, മുൻ മന്ത്രിമാർ വരെ ആയിട്ടുള്ള സീനിയർ നേതാക്കന്മാർക്ക് സംഘടനാ ചുമതല നേരത്തെ തന്നെ കൊടുത്തു 6 മാസം മുമ്പ്. ഇപ്പോൾ ഫുൾ ടൈം ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിലും ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ലിസ്റ്റ് കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പം തന്നെ റിലീസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കൺവെൻഷനുകളും മറ്റ് പരിപാടികളൊക്കെ ക്രോഡീകരിക്കാൻ ഇവിടെ പ്രത്യേക സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. KPCCയുടെ ഒരു വാർ റൂം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ബൂത്ത് കമ്മിറ്റികളുടെ എല്ലാം ലിസ്റ്റെല്ലാം ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എല്ലാം വളരെ ഡിജിറ്റലായിട്ട് തന്നെ എല്ലാം തയ്യാറാക്കി ആ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകാൻ തിരഞ്ഞെടുപ്പിനെ വളരെ ഐക്യത്തോടെ വളരെ ഊർജ്ജസ്വലമായി നേരിടാനുള്ള കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തത്. ശ്രീ K. സുധാകരൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് യോഗം തുടങ്ങിയത്. അദ്ദേഹം KPCC പ്രസിഡന്റിൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ചു. ഹൈക്കമാൻഡ് നേരത്തെ തന്നെ അത് സംബന്ധിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ KPCC ഓഫീസിൻ്റെ പ്രവർത്തനവും താഴെ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും വളരെ ഊർജ്ജസ്വലമായി മുമ്പോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ തീരുമാനം. അതോടൊപ്പം ഈ പൗരത്വ നിയമം അതേ സംബന്ധിച്ചിപ്പോൾ ഞങ്ങൾ ഇവിടെ KPCCയുടെ നേതൃത്വത്തിലാണ് ഇവിടെ രാജ്ഭവൻ ധർണ പൗരത്വ നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തുന്ന പ്രതിഷേധ ധർണയാണ്. പൗരത്വ നിയമം ഈ 5 കൊല്ലത്തിന് ശേഷം നിയമം പാസാക്കി 5 കൊല്ലത്തിന് ശേഷം ഇപ്പോൾ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് സുപ്രീം കോടതിയിൽ ഈ SBI ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ സർക്കാരിന് ശക്തമായ തിരിച്ചടി വന്നപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് അത് ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്ന് ഇന്നലെ ഞങ്ങൾ പറഞ്ഞു. അത് ഇലക്ഷൻ സ്റ്റണ്ടാണ്. പക്ഷേ അതിൻ്റെ അപകടം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നീക്കമാണ് ഈ CAA ബില്ലിൽ കൂടി നടത്തുന്നത്. അതിനെ സർവ്വശക്തി ഉപയോഗിച്ച് ഞങ്ങൾ എതിർക്കും, നിയമപരമായി രാഷ്ട്രീയമായി എതിർക്കും. അത് നിരന്തരമായ സമര പരിപാടികൾ UDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസും ഇന്ന് നടക്കുന്നത് അതിൻ്റെ KPCC നടക്കുന്ന തുടക്കമാണ്. താഴെ തലത്തിലും വളരെ ശക്തമായി മുന്നോട്ട് പോകും. ഇലക്ഷൻ അജണ്ട മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് CPM-ഉം ഗവൺമെൻറ്റും നടത്തുന്നത്. കാരണം ഈ ഗവൺമെൻറ്റിനെതിരായി ഞങ്ങൾ നടത്തുന്ന പ്രചരണത്തിനിടയ്ക്ക് മുഖ്യമന്ത്രിയും കൂട്ടരും ഈ CAA ബില്ലിൻ്റെ പേരിൽ ഇപ്പോൾ നടത്തുന്നത് എന്താ, ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കില്ല. ഇത് പുതിയ കാര്യമാണോ? കേരളത്തിൽ നടപ്പിലാക്കില്ല. ഇതിനു മുമ്പ് നടന്ന CAA വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ 830ഓളം കേസുകൾ ചാർജ് ചെയ്തു. എത്ര കേസ് പിൻവലിച്ചു? 1-2 ലക്ഷം രൂപ പിഴ ഈടാക്കി ചില ആളുകൾ കേസിൽ. അതുകൊണ്ട് ആദ്യം വേണ്ടത് തിരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ നടപ്പിലാക്കില്ല എന്നത് ആവർത്തിക്കുകയല്ല വേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത ഈ ഫാസിസ്റ്റ് ഈ നീക്കത്തിനെതിരെ പ്രതിഷേധിക്കുക എന്നതിന് പകരം നിങ്ങൾ കേരളത്തിൽ അതിനുവേണ്ടി നടത്തിയ സമരത്തിലുള്ളവരുടെ മുഴുവൻ കേസും ഇന്നലെ കേസെടുത്തു. പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും LDF ഗവൺമെൻറ്റിൻ്റെയും ഇക്കാര്യത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പിനെ തുറന്നു കാണിച്ചുകൊണ്ട് അതും ഞങ്ങൾ പ്രചരണവുമായി മുമ്പോട്ട് പോകും. അതുകൊണ്ട് ഞങ്ങൾ ആലോചിക്കും. ഇന്ന് UDF-ൻ്റെ ഇന്നലെ എല്ലായിടത്തും പ്രതിഷേധ മാർച്ചുകൾ നടന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിന് ഒരു തരത്തിലുള്ള കോട്ടവും പറ്റാതെയുള്ള പ്രതിഷേധ പരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിക്കും.